നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇത് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ചരിതം എന്ന പുസ്തകം. ഇത് ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഭഗവാൻ വിഷ്ണുമായയെ കുറിച്ചുള്ള പുസ്തകമാണ്. ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ചരിതം എഴുതാനുണ്ടായിട്ടുള്ള കാരണം, ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ വിഷ്ണുമായയുടെ പുസ്തകം ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ തൊഴാൻ പോണ സമയത്ത് അവിടെ അന്വേഷിച്ചപ്പോൾ ദേവിയുടെ പുസ്തകങ്ങളും അതേമാതിരി അയ്യപ്പസ്വാമിയുടെ പുസ്തകമൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ വിഷ്ണുമായയെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം നമുക്ക് അവിടെ തൃപ്രയാർ അന്വേഷിച്ചു. അവിടെ നിന്നും വിഷ്ണുമായനെ കുറിച്ച് അന്നത്തെ കാലത്ത് ഒരു പുസ്തകം ഇല്ല. അപ്പോൾ ദേവിയുടെ പുസ്തകങ്ങൾ വായിച്ചു. അതേമാതിരി അയ്യപ്പസ്വാമിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നല്ല പിക്ചറോട് കൂടിയിട്ട് പമ്പയിൽ നിന്ന് പന്തളാൻ രാജാവിന് ഒരു ബാലകനെ കിട്ടുന്നതും വളർത്തുന്നതും അമ്പെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള ആ നല്ല ഭംഗിയുള്ള പിക്ചറോട് കൂടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടി. ഈ വിഷ്ണുമായനെ കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ടുള്ള ആഗ്രഹം എന്നിൽ വർദ്ധിച്ചു. അങ്ങനെ നമ്മളിവിടെ വീട്ടിൽ കളം നടത്തുന്ന സമയത്താണ് സ്വാമി പോത്തും പുറത്തിരിക്കുന്ന ആ രൂപമൊക്കെ കാണുന്നതും. ആ കളത്തിൽ പൂജിക്കുമ്പോൾ നമുക്ക് പാട്ടുകാർ അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ പാട്ടിൽ ശ്രദ്ധിച്ചിരുന്ന കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നു. അങ്ങനെ നമ്മൾ പാട്ടിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ അച്ഛൻ പുറത്ത് തുള്ളാൻ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഈ പല സ്ഥലത്തും ചെറിയ ചെറിയ പാട്ടിൽ ശ്രദ്ധിക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഇരിഞ്ഞാലക്കുട ഭാഗത്ത് പാടുന്ന രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂളിവാക ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു രീതിയാണ്. പെരിങ്ങോട്ടര ഭാഗത്തേക്ക് അത് മാറുമ്പോൾ ചണ്ണക്കിഴങ്ങ് ഉരച്ചു കഴുകുന്ന സമയത്ത് കുട്ടിച്ചാത്തന്മാർ പൊട്ടി ജനിച്ച് പിറവെടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ ചില ചില വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. അത് മനസ്സിലാക്കി പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ തുള്ളാനായിട്ട് പോണ സമയത്ത് ഇപ്പോൾ പാലക്കാട് ആ ഭാഗത്തൊക്കെ നമ്മൾ പോയി ഓരോ കളങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പാലക്കാട് ഭാഗത്ത് വളരെ വ്യത്യാസമുണ്ട്. അത് ചാത്തപ്പനായിട്ട് വരുന്നു. കണ്ണൂർ പോകുമ്പോൾ തെയ്യം കെട്ടി ആടുന്ന രൂപത്തിലേക്ക് വരുന്നു. അത് കാളക്കാട്ട് ശാസ്തപ്പനായി വരുന്നു. അതേമാതിരി ഇപ്പോൾ തെക്കോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലം എറണാകുളമൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കും രീതികളൊക്കെ വ്യത്യാസമുണ്ട്. ചെറിയ ചെറിയ രീതികളിലാണ് അത് വ്യത്യാസങ്ങൾ വരുന്നത്. അത് പണ്ട് കാലത്ത് ദേശാന്തരം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണുമായ എന്താണെന്ന്, വിഷ്ണുമായ മുതൽ പൊന്നുണ്ണിമായ മുതൽ കരിങ്കുട്ടി വരെയുള്ള ചാത്തന്മാർ, ആദികുട്ടി, അനാദികുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, മഷിക്കുട്ടി, ഓടുംകുട്ടി, ചാടുംകുട്ടി, ബന്ധനക്കുട്ടി, ശ്രീധനക്കുട്ടി, വാണിപക്കുട്ടി, കൈവശക്കുട്ടി, ആഭിചാരക്കുട്ടി, ഏട്ടത്തുകുട്ടി, ഇറക്കത്തുകുട്ടി, അങ്ങനെ പറയുന്നതായിട്ടുള്ള കുറേ ചാത്തന്മാരുണ്ട്. ഈ ചാത്തന്മാരെ കുറിച്ചും പിന്നെ ഈ ചാത്തന്മാരുടെ പേരുവിളി എങ്ങനെയാണ് നടന്നത്, അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും, ചെറിയ രൂപത്തിലൊരു വീതകർമ്മം എങ്ങനെ ചെയ്യാം, സ്വാമിക്ക് ബ്രഹ്മവെള്ളാട്ട്, വെള്ളാട്ട്, അല്ലെ കലശം, വീത്, ഇതൊക്കെ എന്താണെന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിഷ്ണു പുരാണം എടുത്ത് നോക്കി കഴിഞ്ഞാൽ വിഷ്ണുവിലാണ് അതിൽ പ്രാധാന്യം. ദേവി മഹാത്മ്യം എടുത്തു കഴിഞ്ഞാൽ ദേവിക്കാണ് പ്രാധാന്യം. ഇപ്പോൾ നമുക്കും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ, എനിക്കെല്ലാം വിഷ്ണുമായാണ്. നമുക്ക് ഭഗവാൻ കഴിഞ്ഞിട്ടേ മറ്റോ എന്തുമുള്ളൂ. അപ്പോൾ ഭഗവാനെ തന്നെ അല്ലെങ്കിൽ വിഷ്ണുമായിക്ക് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ചരിതം എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ കോപ്പി ആവശ്യമുള്ളവർ താഴെ നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്.